السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. الحمد لله. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഉസൂലു സഅദത്തി സൗജിയ മിന സുന്നത്തി നബവിയ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ സാലിഹ് അബ്ദുൽ കരീം അൽ ബലൂഷി ഹഫിളഹുല്ലാ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ 29ഓളം അടിസ്ഥാനങ്ങൾ വായിച്ചു. 29ഓളം അടിസ്ഥാനങ്ങൾ വായിച്ചു. ഇനി വായിക്കാനുള്ളത് അൽ അസ്ലു സലാസൂൻ, 30ാമത്തെ അടിസ്ഥാനമാണ്. അത്തസ്രീഹു ബിൽ മഹബ്ബത്തി ബൈന സൗജൈൻ. എന്താണ്? വ്യക്തമായി പറയുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണം. ബിൽ മഹബ്ബ, സ്നേഹം, ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വ്യക്തമായി എന്തുണ്ടായിരിക്കണം? അത് വാക്കുകൊണ്ടായാലും അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ടായാലും എന്തുണ്ടായിരിക്കണം? അത് പ്രകടിപ്പിച്ചുകൊണ്ട് പറയണമെന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ അന്നുഫൂസുൽ ബശരിയ തഹ്താജു ഇലൽ ആതിഫത്തി വൽ മശാഇരി സാദിഖ. അഥവാ പൊതുവെ മനുഷ്യപ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് അനുകമ്പയും അതുപോലെ തന്നെ നല്ല ഫീലിങ്സൊക്കെ ആഗ്രഹിക്കുക എന്നുള്ളത് അതൊരു മനുഷ്യൻ്റെ പ്രകൃതമാണ്. അതിൽപ്പെട്ട കാര്യമാണെന്ത്? നമ്മളുടെ സ്നേഹം പ്രകടമായി പറയുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അത് നമ്മൾ അറിയിച്ചിരിക്കണം. നമ്മളുടെ പ്രകടനമായി അല്ലെങ്കിൽ പ്രകടമായി നമ്മളെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം എന്താണ്? പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അതുപോലെയുള്ള പ്രശംസകളും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൽ നിന്ന് നല്ല നല്ല വാക്കുകളും പ്രവൃത്തികളും കാണാനും കേൾക്കാനും ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരിഷ്ടപ്പെടുന്നുണ്ട്, അവർ അതിഷ്ടപ്പെടുന്നുണ്ട്. നോക്കിവിടെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹം പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅസഹു അലാ ജയ്ഷി ദാത്തി സലാസിൽ ഫഅതൈതുഹു ഫഖുൽതു. എന്താണ്? അംർ ബിൻ ആസ് ഒരു യുദ്ധത്തിൻ്റെ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, റസൂലെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഈ ഹദീസിൻ്റെ മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്തെന്നാൽ അദ്ദേഹം കരുതിയിരുന്നത് അദ്ദേഹത്തോടാണ് റസൂലിന് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ്. ഇതൊരു ഫായിദ എന്നുള്ള നിലക്ക് പറയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇത് ചോദിച്ചത്. കാരണം റസൂലിൻ്റെ പെരുമാറ്റം പൊതുവെ സഹാബിമാർ പറയുന്നതായി കാണാം. റസൂലിൻ്റെ പെരുമാറ്റം കണ്ടാൽ തോന്നും, ഇപ്പോൾ ഒരു സഹാബി ആണെങ്കിൽ അദ്ദേഹത്തിന് തോന്നുന്നു എന്നോടാണ് റസൂലിന് ഏറ്റവും ഇഷ്ടം. മറ്റൊരു സഹാബി ആണെങ്കിലോ റസൂൽ പെരുമാറുന്നുണ്ട്, ആ സഹാബി ആയിരിക്കും. ഉദാഹരണത്തിന് അബൂ ഹുറൈറ ആണെങ്കിൽ അബൂ ഹുറൈറ വിചാരിക്കും എന്നോടാണ് റസൂലിന് ഏറ്റവും ഇഷ്ടം. ഉമർ ബിൻ ഖത്താബിനോടാണെങ്കിലും ഉമർ ബിൻ ഖത്താബ് ആയിരിക്കും എന്നോടാണ്. ആ രൂപത്തിലാണ് റസൂലിൻ്റെ പെരുമാറ്റം. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കുക, അത്രയും നല്ല രൂപത്തിൽ എല്ലാവരോടും പെരുമാറിയിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ കാണാം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് റസൂലിനോട് ചോദിച്ചത്, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, റസൂലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടാരാണ്? അപ്പോൾ അംർ ബിൻ ആസ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ പേര് പറയുന്ന, പക്ഷേ റസൂൽ പറയാണ് ഖാല ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടാരെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് പറഞ്ഞു. ഫഖുൽതു മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്നും അദ്ദേഹം, ഇനി മൊത്തത്തിൽ സ്ത്രീകളെയാണല്ലോ പറഞ്ഞത്, ഇനി പുരുഷന്മാരിൽ നിന്ന് ചോദിച്ചാൽ എൻ്റെ പേര് പറയും, അംർ ബിൻ ആസിൻ്റെ പേര് പറയുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു മിനർ റിജാൽ ഫഖാല അബൂഹ, അവളുടെ ഉപ്പയാണ് എനിക്കിഷ്ടം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്നാൽ രണ്ടാമത് തന്നെയായിരിക്കും. സുമ്മമൻ ഖാല സുമ്മ ഉമർ ബിൻ ഖത്താബ്, എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമർ ബിൻ ഖത്താബാണ്. ഫഅദ്ദ റിജാലൻ, പിന്നീട് ധാരാളം ചോദിച്ചു എന്നാണ് അദ്ദേഹം. അംർ ബിൻ ആസ് അദ്ദേഹമായിരിക്കും എന്ന് കരുതി. പിന്നീട് അദ്ദേഹം ആ ചോദ്യം ചോദിക്കൽ നിർത്തി എന്നുള്ളതാണ്. കാരണം ചോദിച്ചിട്ട് അംർ ബിൻ ആസിന് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ റസൂലിൻ്റെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. പക്ഷേ ഇവിടെ മഹല്ലു ഷാഹിദ് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം എന്ത് ചെയ്യാണ്?
അത് പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്, ആയിഷയാണ് റളിയല്ലാഹു അൻഹ ആണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ടാണ് സഹാബത്തിന് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു എന്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടം ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്നുള്ളത്. കാരണം ചില റിവായത്തുകളിൽ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു സംഭവം കാണാം. എന്താണ്, ഫൈദാ കാനത്ത് ഇൻദ അഹദിഹിം ഹദിയ്യത്തുൻ യുരീദു അൻ യുഹ്ദിയഹാ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖറഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരെങ്കിലും ഹദിയ സമ്മാനം നൽകുമായിരുന്നെങ്കിൽ റസൂല് അത് പിന്തിപ്പിക്കാറുണ്ട്. ഹത്ത ഇദാ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ബൈത്തി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാകുന്നത് വരെ എന്ത് ചെയ്യാറുണ്ട്, റസൂൽ ആ സമ്മാനം പിന്തിപ്പിക്കാറുണ്ട്. ബഅസ സാഹിബുൽ ഹദിയത്തി ബിഹാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈത്തി ആയിഷ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ള സമയത്ത്, വീട്ടിലായിരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമ്മാനം കൊണ്ടുവരാൻ വേണ്ടി പറയാറുണ്ട് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ നോക്ക്, എന്നിട്ട് പിന്നീട് ഷെയ്ഖ് പറയണം, വലഅല്ല മിൻ അഹദി അസ്ബാബിൽ ജഫാഫിൽ ആതിഫി ഇൻദ നിസാഇ ഇഹ്മാലു ഹാദൽ ജാനിബി മിനർ റജുൽ. ഒരുപക്ഷെ സ്ത്രീകളുടെ പരുഷമായ അല്ലെങ്കിൽ അവർ കുറച്ച് കഠിനമായി പെരുമാറാനുള്ള കാരണം ഒരുപക്ഷെ എന്തായിരിക്കും, പുരുഷന്മാർ ഈ ഒരു സ്വഭാവം പുറത്തേക്കെടുക്കാത്തത് കൊണ്ടായിരിക്കും. അഥവാ അവരോട് നല്ല രൂപത്തിലുള്ള സ്നേഹവാക്കുകളും സ്നേഹപ്രകടനങ്ങളൊന്നും നടത്താത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ കഠിനമായ രൂപത്തിൽ പെരുമാറുന്നത്. അതുമാത്രമല്ല, നമ്മളുടെ വീടുകളിലും ഈ ഒരു എന്തുണ്ടാകും, പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങും. ഈ രൂപത്തിലുള്ള സംസാരങ്ങളോ ഈ രൂപത്തിലുള്ള പ്രകടനങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, അഥവാ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ പറയലും. അതുപോലെ ചില ആളുകളുടെ മെയിൻ പരിപാടി എന്താ, കിട്ടിയ ചാൻസിൽ ഭാര്യൻ്റെ കുറ്റം പറയാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഭർത്താവിൻ്റെ കുറ്റം പറയുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ നമ്മളുടെ ഭർത്താക്കന്മാരുടേതായാലും ഭാര്യമാരുടേതായാലും എന്തായിരിക്കണം, നല്ല കാര്യങ്ങൾ അവരുടെ മുമ്പൊന്നും പറയാ, ബാക്കിയുള്ള ആളുകളുടെ മുമ്പൊന്നും പറയാൻ ശ്രദ്ധിക്കുക. കാരണം അത് തമ്മിൽ സ്നേഹം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. എന്നിട്ട് ഷെയ്ഖ് കൂടെ പറയുകയാണെന്ത്, ഈ രൂപത്തിൽ സ്ത്രീകൾ പുറത്തു നിന്ന് മറ്റു പല ആളുകളും തൻ്റെ ഭാര്യമാരെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർക്കിടയിൽ എന്തുണ്ടാകും, പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ തൻ്റെ വീട്ടിലും അതുപോലുള്ള സ്ഥലങ്ങളിലും ഭാര്യയോടുള്ള സ്നേഹം എന്ത് ചെയ്യണം, പ്രകടമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് ഷെയ്ഖ് ഇതിൽ പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ്. ഒരുപക്ഷെ ചില ആളെങ്കിലും പയ്യങ്കിളി അങ്ങനെ ആ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ പറയുന്നതാണ്. ഒരിക്കലും അങ്ങനെ നമ്മളാകാൻ പാടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സത്യസന്ധമായി പറഞ്ഞ കാര്യമാണെന്ത്, കൂട്ടത്തിൽ ആരെയാണ് ഇഷ്ടം റസൂൽ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആയിഷനെയാണ്. അത് സത്യസന്ധമായിട്ടുള്ള വാക്കാണ്. നമുക്ക് നമ്മളുടെ ഏറ്റവും കാര്യമായിട്ടുള്ള ആളാരാണ്, നമ്മളുടെ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭാര്യമാരാണ്. ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരെ ആയാലും അവർക്ക് സ്നേഹം അവരുടെ കൂടെ എപ്പോൾ ഉണ്ടാകുന്ന ആയ ഭർത്താവിനെ തന്നെയായിരിക്കും. അപ്പോൾ അത് പറയാന്നുള്ളത് എന്താണ്, നല്ല കാര്യമാണ്. പരസ്പരം അവർക്കിടയിൽ എന്തുണ്ടാകും, സ്നേഹമുണ്ടാകും എന്നുള്ള കാര്യമാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാ ഇവിടെ ഈ ബാബിൽ പറയുന്നത്. ചെറിയൊരു ബാബാണ്. ഇനിയുള്ള ബാബ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അതുപോലെ തന്നെ ആമുഖമായിട്ട് പറയാനുള്ള കാര്യം, ഇതിൽ ഷെയ്ഖ് പറയുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. എൻ്റെ ഭാഗം ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ക്ലാസ് തുടക്കത്തിലും പറഞ്ഞിരുന്നു, ഇവിടെ ഷെയ്ഖ് എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ തർജുമ അതാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. കാരണം ഇനി ഉള്ള ബാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യേണ്ടതായ ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും എൻ്റെ വക ഞാനൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. അടുത്തത് അൽ അസ്ലു അൽ ഹാദി വസ്സലാസൂൻ, 31ാമത്തെ അടിസ്ഥാനം എന്താണ്, അത്തവാസുലുൽ ജസദി ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തുണ്ടാകണം, തവാസുൽ എന്നുകൊണ്ടുള്ള ഇവിടെ ഉദ്ദേശം പരസ്പരം സ്പർശനവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, ശാരീരികമായ നല്ല രൂപത്തിലുള്ള പരസ്പരം അടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്പർശനങ്ങളും കാര്യവും ഉണ്ടാകണം എന്നുള്ളതാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ എന്ത് ചെയ്യാണ്, ആ കാര്യങ്ങൾ ഉണർത്തുകയാണ്. അഥവാ പരസ്പരം അടുക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യമാണെന്ത്, മനസ്സുകൾ തമ്മിൽ മാത്രം അടുക്കുക എന്നുള്ളതല്ല. ചില ആളുകളെങ്കിലും പറയുന്നത് ഞാൻ ഓളുമായിട്ട് ഭയങ്കര അടുപ്പം, പക്ഷേ ശാരീരികമായി എന്തുണ്ടാവില്ല, അടുക്കുന്നുണ്ടാകില്ല. അതൊരിക്കലും ശരിയല്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്,
അവിടുത്തെ ഭാര്യമാരുടെ കൈ പിടിക്കാറുണ്ട്, സ്നേഹത്താൽ കൈ പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ തലാമുസുൽ ഖദ്, കവിള് പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തല, പുണ്യമാക്കപ്പെട്ട തല അവിടുത്തെ ഭാര്യമാരുടെ നെഞ്ചത്തും അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യമാരുടെ തൊടഭാഗത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്, തല വെക്കാറുണ്ട്. അതിനുള്ള ഒരു സംഭവം ഇവിടെ നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, വകാന യൗമു ഈദിൻ യൽഅബു സൂദാനു ബിദ്ദർഖി വൽ ഹിറാബി ഫഇമ്മാ സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇമ്മാ ഖാൽ തസ്തഹീന തൻദുരീൻ. എന്താണ്, ഒരു ഈദിൻ്റെ സമയത്ത്, പെരുന്നാളിൻ്റെ സമയത്ത് എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സന്നിധിയിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എന്താണ്, ചില കുട്ടികളിങ്ങനെ, അല്ലെങ്കിൽ ഹബശയിലെ 2 റിവായത്തും വന്നിട്ടുണ്ട്, ചില യുദ്ധത്തിൻ്റെ ആളുകൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകടനം അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിനക്കത് കാണണോ, അവരാ ചെയ്യുന്ന കാര്യം നിനക്ക് കാണണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖാലത് നഅം, അതെ എനിക്ക് കാണണം. ഫഅഖാമനി വറാഅഹു ഖദ്ദി അലാ ഖദ്ദിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിനു മേൽ എൻ്റെ കവിള് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, ദൂനകുംബനി അർഫിദ, അഥവാ ഹബശക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ഹബശ എന്ന് പറയുന്നത് ഒരു ഗോത്രമാണ്, ആ ഗോത്രത്തിന് ഉപയോഗിക്കുന്ന വാക്കാണത്. ഹത്ത ഇദാ മലിൽതു ഖാല ഹസ്ബുക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കവിളിൻ്റെ മേൽ കവിള വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലുള്ള കാര്യങ്ങൾ. എന്നിട്ട് എനിക്ക് ഏകദേശം അത് കണ്ട് അത് ഇഷ്ടപ്പെടുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് കാണിച്ചു തന്നിട്ട് അവസാനം റസൂൽ എന്നോട് ചോദിച്ചു, ഹസ്ബുക്കി, നിനക്ക് മതിയായോ? ഫഖുൽതു നഅം, ഞാൻ പറഞ്ഞു അതെ എനിക്ക് മതിയായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ഹബി, നീ പോയി കൊള്ളുക. മറ്റൊരു റിവായത്തും ഇതുപോലെ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു, ഈദിൻ്റെ സമയത്ത് തന്നെ മസ്ജിദിലുണ്ടായിരുന്ന ചില ആളുകളുടെ എന്താണ് യുദ്ധ തന്ത്രങ്ങളും അതുപോലുള്ള കാര്യങ്ങളും കാണാൻ ആഗ്രഹമുണ്ടോയെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അതേന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് ഷോൾഡറിന് മേലെ എൻ്റെ തല വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ കളി കണ്ടു എന്നുള്ളതാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ രൂപത്തിലുള്ള അടുപ്പങ്ങളും അടുപ്പിക്കലുകളും, ശാരീരികമായും മാനസികമായും 2 തരത്തിലുണ്ടായിരിക്കണം. ചില ആളുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എങ്ങനെ പറയും, ഞാൻ അവളായിട്ട് അടുപ്പമുണ്ട്, പക്ഷേ ശാരീരികമായിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു രൂപത്തിലുള്ള അടുപ്പവും ഉണ്ടാവില്ല. അങ്ങനെയല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ രൂപത്തിലായിരുന്നു. ഇവിടെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹം ഈ വാക്കിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുകയാണ്. ഐ മുതലാസിഖൈനി വഹിയ ജുംലത്തുൻ ഹാലിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എൻ്റെ മുഖം അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖം പരസ്പരം തമ്മിൽ ഒട്ടിയ രൂപത്തിലായിരുന്നു ഈ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല ഈ സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അഥവാ നമ്മൾ എന്തുണ്ടായിരിക്കണം, നമ്മളുടെ ഭാര്യമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് അടുപ്പിച്ചുകൊണ്ട് നല്ല രൂപത്തിലുള്ള സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വേറെ നോക്കൂ, വാംസക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി ആയിഷ വഅദ്ഖലഹൽ ഹിജർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി പോകാറുണ്ട്. വവദഅ റഅസഹു അലാ ഫഖദിഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തല എന്ത് ചെയ്യാറുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ തൊടഭാഗത്ത് അവിടെ വെക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നോക്ക്, കുൻതു ഉഹിബ്ബു അൻ അദ്ഖുലൽ ബൈത ഫഉസല്ലി ഫീഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അവിടെ പ്രവേശിക്കാനും അവിടെ നിസ്കരിക്കാനും എനിക്ക് ഇഷ്ടമായിരുന്നു. ഫാഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി ഫഅദ്ഖലനി അൽ ഹിജർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറ്റാറുണ്ട്. വഅൻഹ, ഇത് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അത്, അവിടുന്ന് പറയുകയാണ്, ജാ അബൂ ബക്കർ റളിയല്ലാഹു അൻഹു വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാദിഉൻ റഅസഹു അലാ ഫഖദി. ഇതൊക്കെ ആരുദ്ധരിക്കുന്നതാണ്, ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന സംഗതികളാണ്. ഇവിടെ പറഞ്ഞു വന്നതെന്താണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സുഹൃത്തുമാണ്, മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മോശനും കൂടിയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തല ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ വെച്ചിട്ടിങ്ങനെ കിടക്കുന്നത് ആയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടിരുന്നു. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സമയത്ത് ഏതവസ്ഥയിലാണ് മരണപ്പെടുന്നത്,
فمات في اليوم الذي كان يدور علي فيه في بيتي فقبضه الله وإن رأسه لبين نحري وسحري. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സമയത്ത് റസൂൽ എങ്ങനെയാണ് മരിച്ചത്? എൻ്റെ നെഞ്ചിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ മടിയുടെ ഭാഗത്തുമായ നിലയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഭാര്യമാരോട് അത്രയും അടുത്തുകൊണ്ട് അവിടത്തേക്ക് മടിയിൽ കിടക്കാറുണ്ട്, അതുപോലെ തന്നെ തോളത്ത് തലവെച്ച് ഇരിക്കാറുണ്ട്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുള്ള കാര്യമാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി വഖ്തിൽ ബർദി യത്ലുബു മിൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഇർഖാഉ സൗബിഹ അലൈഹി മിമ്മ യദുല്ലു അലാ ശിദ്ദത്തി തഖാറുബി മഅഹുൻ. നല്ല തണുപ്പുള്ള സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് അവിടുത്തെ വസ്ത്രം തനിക്ക് ധരിപ്പിക്കാൻ, അഥവാ അവിടുന്ന് ധരിച്ച വസ്ത്രം എന്ത് ചെയ്യാറുണ്ട്, എനിക്ക് കൂടി മൂടിത്തരാൻ വേണ്ടി റസൂൽ പറയാറുണ്ട്. ഇതൊക്കെ എന്താണ്? നല്ല രൂപത്തിലുള്ള സ്നേഹം, അതുപോലെ തന്നെ അടുപ്പം ഉണ്ടാകാൻ സഹായിക്കുന്ന കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യുസല്ലി ഫവജദ അൽ ഖർറ ഫഖാല യാ ആയിഷ അർഖി അലയ്യ മിർതഖി. അല്ലയോ ആയിഷ, എനിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നീ നിൻ്റെ വസ്ത്രം എന്നിൽ കൂടി ധരിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഹായിലാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്ന ഹൈലതകി ലൈസത് ഫീ യദൈകി. എന്താണ്? നിൻ്റെ ഹൈല് അത് നിൻ്റെ വസ്ത്രത്തിലോ അല്ല മറ്റോ അല്ല, മറിച്ച് അല്ലെങ്കിൽ നിൻ്റെ കയ്യിലല്ല, മറിച്ച് എന്താണ്? ഹൈല് അത് ശരീരത്തെ മൊത്തത്തിൽ നജസാക്കൂല എന്നുള്ള രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ധാരാളം ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരുമായി എന്ത് ചെയ്യാറുണ്ട്? അവിടത്തേക്ക് ശാരീരികമായി അടുക്കാറുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുബാശിറു വഹുവ സായിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനായിരിക്കെ നമ്മളോട് ഈ രൂപത്തിൽ അടുത്ത് ഇടപഴകാറുണ്ട്. ഇവിടെ ഒരിക്കലും എന്തല്ല അർത്ഥം? റസൂൽ ഇവിടെ ബാഷറ എന്ന് വെച്ചാൽ ജാമഅ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പറയും. പക്ഷേ ഇവിടെ അതല്ല ഉദ്ദേശം, മറിച്ച് അതിന് താഴെയുള്ള രൂപത്തിൽ, ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ റസൂൽ നമ്മളെ ചുംബിക്കാറുണ്ട്, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ രൂപത്തിൽ മനസ്സിലാക്കരുത്. കാരണം ഇത് ഞാൻ പറഞ്ഞതുപോലെ ഷെയ്ഖിൻ്റെ വാക്ക് ഞാൻ അങ്ങനെ തന്നെ ഉദ്ധരിക്കുന്നതാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള, ചില ആളുകൾ എന്തില്ല, ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് പ്രത്യേകം ഇവിടെ എടുത്തു കൊടുത്തത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലതും കളിയാക്കൽ അല്ലെങ്കിൽ കോമാളി പേരുകളിലാണ് അറിയപ്പെടുന്നത്. എന്തെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓനോൻ്റെ ഭാര്യനോട് ഭയങ്കര പൈങ്കളിയാണ്, അത് ആളുകൾ എന്ത് ചെയ്യാണ്, പരിഹസിക്കുകയാണ്. നമ്മളൊരിക്കലും ആ രൂപത്തിലാകാൻ പാടില്ല, മറിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളും ഉണ്ടാകണം. അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഭാര്യയും ഭർത്താവും നടുറോട്ടിൽ നിന്ന് എന്ത് ചെയ്തു, ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് തന്നെ അവർ ആ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരെ അടിക്കാൻ പോയി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്, പറഞ്ഞു അത് നിനക്ക് മാത്രം അറിയുന്ന കാര്യമാണ്, ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യൂല, ഈ രൂപത്തിൽ കാണൂല എന്നുള്ള രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. പറഞ്ഞു വന്നത്, നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ നമ്മൾ ഭാര്യമാരും ആയിരിക്കുമ്പോൾ നല്ല രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തികളും. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, റസൂൽ തൻ്റെ തല ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ വെച്ചതും അതുപോലെ തന്നെ ഷോൾഡറിൽ വെച്ചതൊക്കെ റസൂലിൻ്റെ സംഭവങ്ങളാണ് പറയുന്നത്. ഈ രൂപത്തിൽ എന്തായിരിക്കണം, ഭർത്താക്കന്മാരും ഭാര്യമാരും നല്ല സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ദാമ്പത്യ ജീവിതമാണ്. അതിൽ നമുക്കൊരു സന്തോഷവും പ്രത്യേകിച്ചൊരു എൻജോയ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മൾ പറഞ്ഞു വന്നതുപോലെ നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണെന്ത്, ഈ രൂപത്തിലുള്ള പ്രവർത്തികളും ഈ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത് നമ്മൾ എന്താണ് പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അഥവാ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നു എന്ന നിയ്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതൊരിക്കലും നമുക്ക് എന്തുണ്ടാകേണ്ട ആവശ്യമില്ല, ഒരു ലജ്ജ തോന്നേണ്ട ആവശ്യമില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് എന്താണ് മുഹാജിറത്തായ സ്ത്രീകൾ അവരെന്ത് ചെയ്യാറുണ്ട്, പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അവർക്ക് ലജ്ജ അതിൽ നിന്ന് തടസ്സം ഉണ്ടായിട്ടില്ല. ആ രൂപത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കാണണം. ഞാൻ പറഞ്ഞു, ഇത് ഷെയ്ഖ് എന്താണോ ഇതിൽ പറയുന്ന ആ കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഇത്രയാണ് ഷെയ്ഖ് ഇതിലിവിടെ പറയുന്ന കാര്യം. ഇനി അടുത്തത് കുറച്ചുകൂടി നമ്മൾ
ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്, ഷെയ്ഖ് എന്താണോ ഇവിടെ എഴുതി വെച്ചത് അത് മാത്രമാണ് ഞാനിവിടെ വായിക്കുന്നത്. അൽ അസ്ലുസ്ഥാനി വസ്സലാസൂൻ 32ാമത്തെ അടിസ്ഥാനമായിട്ട് ഷെയ്ഖ് പറയുന്നത് ഇഷ്ബാഉ ഷഹ്വത്തിൽ മുബാഹ വസദ്ദു അബ്വാബി ഷഹ്വാത്തിൽ മുഹറമ. നമ്മളുടെ എന്താണ് ലൈംഗിക താല്പര്യം, അതല്ലെങ്കിൽ നമ്മുടെ ദേഹേച്ഛ, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന വികാരം, അത് നമുക്ക് അനുവദനീയമായ രൂപത്തിൽ എന്തായിരിക്കണം, അത് നിറവേറ്റണം. നമുക്ക് അനുവദനീയമായ രൂപത്തിൽ അതിനെ നിറവേറ്റണം. അത് മാത്രമല്ല ഹറാമായ രൂപത്തിനെ തൊട്ട് തടയുകയും ചെയ്യണം. അതെന്താണെന്നുള്ളത് ഇൻഷാ അള്ളാ ഈ ഒരു അടിസ്ഥാനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും, മനസ്സിലാകും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഷെയ്ഖ് എന്താണോ ഇതിൽ പറയുന്നത് അതാണ് ഞാനിവിടെ വിവർത്തനം ചെയ്യുന്നതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഷെയ്ഖ് പറയാണ്, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, നമ്മളെ സൗഭാഗ്യമായ ദാമ്പത്യ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന കാര്യമാണെന്ത്, അനുവദനീയമായ കാര്യത്തിൽ രൂപത്തിൽ നമ്മളുടെ ഷഹ്വത്ത്, ദേഹേച്ഛയെ മാറ്റി അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത്. അതിലേറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണെന്ത്, നമ്മൾ ഭാര്യമാരുമായി ബന്ധത്തിലേർപ്പെടുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ആഗ്രഹങ്ങൾ അത് സഫലീകരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല നീയത്തുകൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് 3 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദാമ്പത്യ ജീവിതം പല ആളുകളും സുബ്ഹാനല്ലാഹ് അവരുടെ വിചാരം എന്താണ്, വെറും നമ്മളുടെ ആവശ്യകതകൾ തീർക്കുക എന്നത് മാത്രമാണ് ദാമ്പത്യ ജീവിതം എന്ന് ധരിച്ച ബഹുഭൂരിഭാഗം ആളുകൾ എന്തുണ്ട് നമ്മുടെ സമുദായത്തിൽ. ഇത് ഖേദകരമായ കാര്യമാണ്. മറിച്ച് അവർ ഇതൊരു, നമ്മൾ ആദ്യത്തെ ബാബിൽ പറഞ്ഞിരുന്നു, ഇതൊരു ഇബാദത്താണ് എന്ന നീയത്തില്ലാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ എന്തുണ്ടാകുന്നത്, പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത്. അഥവാ അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, പിന്നീട് ഭാര്യമാരെ മടുത്തു തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഭർത്താക്കന്മാരെ എന്ത് ചെയ്യാണ്, മടുത്തു തുടങ്ങുകയാണ്. ഇതെല്ലാം നമുക്ക് ഉണ്ടാകേണ്ടത്. മറിച്ച് ബിന്നീയാത്തി സ്വാലിഹ, നല്ല നീയത്തുണ്ടാകണം ഈ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ. കൈഫ ഫിൻ നഫ്സി വസ്സൗജ, എന്താണ് ഭാര്യയുടെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്വന്തത്തിൻ്റെയും ലൈംഗിക വിശുദ്ധി പരിപാലിക്കുക, അല്ലെങ്കിൽ പരിപൂർണമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഭാര്യമാരുമായിട്ട് ബന്ധത്തിലേർപ്പെടേണ്ടത്. ഇത് അറിയപ്പെട്ട കാര്യമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണ്, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ ആർക്കാണോ ബാഅത്ത് എത്തിയത്, അഥവാ കല്യാണം കഴിക്കാൻ കഴിവ്, ശാരീരികമായും സാമ്പത്തികമായും. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല 1,00,000 റുപ്യ സാലറി കിട്ടുന്നതെന്നല്ല. നമുക്ക് അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള കയ്യിൽ പൈസ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫല്യതസവ്വജ്, നിങ്ങൾ വിവാഹം ചെയ്യുക. ഫഇന്നഹു അഗളു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, അത് നിങ്ങളുടെ കണ്ണിനെ താഴ്ത്താൻ അല്ലെങ്കിൽ കണ്ണിനെ സംരക്ഷിക്കാനും നിങ്ങളെ ഗുഹ്യാവയവത്തിനെ കാത്തു സംരക്ഷിക്കാനും സഹായിക്കുന്ന റസൂലിൻ്റെ വാക്കാണ്. അതിനാൽ തന്നെ എന്തുണ്ടാകണം, ഈ ഒരു നിയത്തുണ്ടാകണം. നമ്മളുടെ സ്വന്തം ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിരിക്കണം നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. വ തക്ഫീറുൻ നസ്ൽ, അതുപോലെ തന്നെ ധാരാളം നമ്മുടെ തലമുറ ഉണ്ടാകാൻ വേണ്ടി. ഇതൊക്കെ നല്ല നല്ല നിയത്തുകളാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ആളുകൾ വർദ്ധിക്കുക എന്നുള്ളത് അത് നല്ല കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, എന്താണ്, ഹൗലു മനാഫി അൽ ജിമാ, ഒരാൾ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഉപകാരങ്ങൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അതിൽ ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ തബീബുൽ ഖൽബ് എന്നാണ്, ഹൃദയത്തിൻ്റെ ഡോക്ടർ. ഹൃദയത്തിൻ്റെ ഡോക്ടർ എന്ന രൂപത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വമിൻ മനാഫിഇഹി, ഈ ലൈംഗിക ബന്ധത്തിൽ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉപകാരങ്ങളിൽപ്പെട്ട കാര്യമാകുന്നത് ഗള്ളുൽ ബസർ, നമ്മളുടെ കണ്ണ് താഴ്ത്താൻ നമ്മളെ സഹായിക്കും. ഇത് സുബ്ഹാനല്ലാഹ് ഈ നീയത്തുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. ഗള്ളുൽ ബസർ ഒന്നെന്താണ്, നമ്മളുടെ കണ്ണ് താഴ്ത്താൻ നമ്മളെ സഹായിക്കും. വഖഫുൻ നഫ്സി, അതുപോലെ തന്നെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ മനസ്സ് ആഗ്രഹിക്കുകയില്ല നമ്മളെ ഭാര്യമാരുമായി ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ. വൽ ഖുദ്റത്തു അലൽ ഇഫ്ഫത്തി അനിൽ ഹറാം, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാകും, ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. വ തഹ്സീലു ദാലിക ലിൽ മർഅ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തുണ്ടാകും, ധാരാളം ഉപകാരങ്ങൾ ഇത് മൂലമുണ്ടാകും. ഫി ദുനിയാഹു വ ഉഖ്റാഹു, അവരുടെ ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും. വയൻഫഉൽ മർഅ, വലിദാലിക കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യതആഹദുഹു വയുഹിബ്ബുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ത്, അവിടുന്ന് പറയുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും അന്നിസാഉ വത്തയ്യിബ്,
നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? സ്ത്രീകളും അതുപോലെ തന്നെ ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ അത്തറുമാണ്. അത്തറും എനിക്ക് ദുനിയാവിൽ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് റസൂൽ പറയാനുള്ള കാരണം ഇതാണ്. നോക്ക്, വഖാല റഹിമഹുല്ലാഹ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതായി കാണാം, വഅമ്മൽ ജിമാഉ വൽബാഹു വകാന അദിഹു ഫീഹി അക്മൽ അഹദി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിൽപ്പെട്ട കാര്യമാണെന്ത്? റസൂൽ അവിടുത്തെ ഭാര്യമാരുമായി ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് എന്നുള്ളത്. ഇത് അടുത്ത കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യഹ്ഫദു ബിഹി സിഹ. ആ ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാരണത്താൽ തന്നെ നമുക്ക് നമ്മളുടെ ശരീരത്തിന് നല്ല രൂപത്തിലുള്ള ശാരീരികമായ കഴിവുണ്ടാകും എന്നുള്ളത്. വതതിമു ബിഹിൽ ലദ്ദത്തു വസുറൂറുൻ നഫ്സ്. അത് കാരണത്താൽ നമ്മൾക്ക് മാധുര്യം ആസ്വദിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് ഒരു ആസ്വാദനം കണ്ടെത്താനും സാധിക്കും. വയഹ്സുലു ബിഹി മഖാസിദുഹുല്ലതി വുലിഅ ലിഅജ്ലിഹ ഫഇന്നൽ ജിമാഅ വുലിഅ ഫിൽ അസ്ലി സലാസത്തി ഉമൂരിൻ ഹിയ മഖാസിദുഹുൽ അസ്ലിയ. ഇനി പറയുന്ന 3 കാര്യങ്ങൾ ഇതാണ് പ്രധാനമായും ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒന്നെന്താണ്? ഹിഫ്ലുൻ നസ്ൽ വദവാമുൻ നൗഇ ഇല അൻ തതകാമലൽ ഉദ്ദത്തു അല്ലതി ഖദ്ദറ അല്ലാഹു ബുറൂസഹ ഇല ഹാദൽ ആലം. അഥവാ ഹിഫ്ലുൻ നസ്ൽ എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ അഥവാ ഹലാലായ രൂപത്തിലുള്ള നിക്കാഹ് സംഭവിച്ചാലാണ് നല്ല എന്തുണ്ടാവുക? പരമ്പര ഉണ്ടാവുക. അതല്ലാണ്ട് വ്യഭിചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കുക. അപ്പോൾ നല്ല പരമ്പര ഉണ്ടാകണമെങ്കിൽ നിക്കാഹ് ഉണ്ടാകണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതാണ് ഒന്നാമത്തെ അടിസ്ഥാനം, ഹിഫ്ലുൻ നസ്ൽ, നല്ല പരമ്പര സംരക്ഷിക്കപ്പെടണം. രണ്ടാമത്തെ കാര്യം ഇഖ്റാജുൽ മാഇ അല്ലദി യളുറു ഇഹ്തിബാസുഹു വഇഹ്തിഖാനുഹു ബിജുംലത്തിൽ ബദൻ. എന്താണ്? നമ്മളുടെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നതായ വെള്ളം, ഇഖ്റാജുൽ മാ എന്ന് പറഞ്ഞാൽ വെള്ളം നമുക്കറിയാം. അത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകും. അത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളണം. അത് പോയി കഴിഞ്ഞാലേ നമ്മളുടെ ശരീരത്തിന് യഥാർത്ഥ സിഹത്ത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടത്. പ്രായപൂർത്തിയായ മക്കൾ നമുക്കുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പെങ്ങന്മാരോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരോ ഉണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് വിവാഹം ചെയ്യാൻ വേണ്ടി നമ്മൾ തിടുക്കം കാണിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവർക്ക് സുബ്ഹാനല്ലാഹ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പല സദസ്സുകളിലും കരയുന്നതായി കാണാൻ സാധിക്കും. യുവാക്കൾ നിക്കാഹ് ചെയ്യാതെ അവർക്കുണ്ടാകുന്ന പ്രയാസത്തിൽ. ഇപ്പോൾ അടുത്തുകൂടി നമ്മളൊരു സഹോദരൻ സുബ്ഹാനല്ലാഹ് അദ്ദേഹം മാത്രമാണ് വീട്ടിൽ സലഫി ആയിട്ടുള്ളത്. പക്ഷേ വീട്ടുകാർ ചില ദുരഭിമാന കാരണത്താൽ എന്ത് ചെയ്യാണ്? ആ സഹോദരൻ്റെ നിക്കാഹ് നീട്ടി വെക്കുകയാണ്. എന്ത് ഉപകാരമാണ് അതുകൊണ്ടുള്ളത്? ആ സഹോദരൻ്റെ ജീവിതം അവരെന്ത് ചെയ്യാണ്? ആ മാതാപിതാക്കൾ പ്രയാസപ്പെടുത്തുകയാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണിത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ യുവാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ്. അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. ഇതിങ്ങനെ പോകാതെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മാനസികമായും ശാരീരികമായും വളരെ വലിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഇല്ലാതാവുക എന്നുള്ളതാണ് നിക്കാഹ് കൊണ്ടുള്ള രണ്ടാമത്തെ ഒരടിസ്ഥാനം. അതുപോലുള്ള പ്രയാസങ്ങൾ നീക്കം ചെയ്യണം. ഇതാണ് നിക്കാഹ് കൊണ്ടുള്ള രണ്ടാമത്തെ അടിസ്ഥാനം. മൂന്നാമത്തേത് എന്താണ്? നമുക്കുള്ള ആസ്വാദനം കണ്ടെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ച് തന്ന ഹലാലായ മാർഗത്തിലൂടെ നമുക്ക് ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ അടിസ്ഥാനം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, വഫീ ബുൽഇ അഹദിക്കും സദഖ. നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും നിങ്ങൾക്ക് സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഷെയ്ഖിൻ്റെ വാക്കാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഒരിക്കലും എൻ്റെ വക ഞാനൊന്നും ഒരു വാക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൂട്ടി പറയുന്നില്ല. ഇത് ആവർത്തിച്ച് പറയാനുള്ള കാര്യം ഈ വിഷയം അങ്ങനെ ആയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് എടുക്കാൻ പോലും, സത്യം പറഞ്ഞാൽ എനിക്കൊരു കുറച്ച് ലജ്ജയുണ്ട് ഓപ്പണായി പറയുകയാണെങ്കിൽ. പക്ഷേ ഒരിക്കലും നമുക്കൊരു കിതാബിൻ്റെ പകുതി ഭാഗം മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാന്നുള്ളത് ശരിയല്ലാത്തത് കൊണ്ടും മാത്രമല്ല ഈ കാര്യങ്ങൾ നമ്മുടെ സമുദായം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഉമ്മത്തിലെ സഹോദരന്മാരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, ഈ കാര്യം വിശദീകരിച്ച് പറയുന്നത്.
അത് മാത്രമല്ല ഷെയ്ഖ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ് വഫുളലാ ഉൽ അതിബ്ബ യറൗന അന്നൽ ജിമാഅ മിൻ അഹദി അസ്ബാബി ഹിഫ്ളി സിഹ. ചില ഡോക്ടർമാർ അവർ പറഞ്ഞിട്ടുണ്ട് എന്ത്, അന്നൽ ജിമാഅ മിൻ അഹദി അസ്ബാബി ഹിഫ്ളി സിഹ, നമ്മളുടെ ശരീരം അത് ഏറ്റവും നല്ല രൂപത്തിൽ, ശക്തിയുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണെന്ത്, ഭാര്യമാരുമായി നല്ല രൂപത്തിൽ എന്ത് ചെയ്യാന്നുള്ളത്, ബന്ധത്തിലേർപ്പെടൽ നമുക്ക് ശാരീരികമായി ശക്തി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അഥവാ നമ്മളെ കൺമുന്നിൽ കാണുകയാണ് എങ്കിൽ ചില സഹോദരന്മാർ അവരുടെ വീട്ടിൽ പ്രയാസപ്പെടുന്നുണ്ട്, അവരുടെ വീട്ടുകാർക്ക് ഈ വിഷയം നമ്മളുടെ വാക്കുകൾക്ക് വില ഉണ്ടെങ്കിൽ നമ്മൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് എന്ത് ചെയ്യണം, അവരെ സഹായിക്കണം. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനെ സഹായിച്ചു കൊണ്ടേയിരിക്കും തൻ്റെ സഹോദരനെ ഒരുത്തൻ സഹായിക്കുന്ന കാലത്തോളം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സഹോദരന്മാരെ പ്രയാസത്തിൽ കാണുകയാണെങ്കിൽ, നമ്മളെ വാക്കിന് ഒരു വീട്ടിൽ വിലയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാർ കേൾക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, ആ സഹോദരന്മാരുടെ ഭാവി ആലോചിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് നിക്കാഹ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പ്രയാസമാണ്, അവർക്ക് ശാരീരികമായും മാനസികമായും പ്രയാസമുണ്ടാകും എന്നുള്ളത്. ഇനി നോക്ക്, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുൻതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസാത്തിൻ, ഞാൻ റസൂലിൻ്റെ കൂടെ ഒരു യുദ്ധത്തിലായിരുന്നു. ഫഅബ്താ ബി ജമലി വഅയ ഫഅതാ അലയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ജാബിർ فقلت نعم قال ما شأنك قلت أبتاع علي جملي وعيا فتخلفت فنزل يحجنه بمحجنه ثم قال اركب فرغبت ولقد رأيت എന്താണ് അകുഫുഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തസവ്വജ്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നീ വിവാഹം ചെയ്തവനാണോ? ഖുൽതു നഅം, അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. ഖാല ബിക്റൻ അം സയ്യിബ, നീ വിവാഹം ചെയ്തത് എന്താണ്, ആദ്യമായി വിവാഹം ചെയ്ത ഒരു സ്ത്രീയെയാണോ, അതല്ലെങ്കിൽ മുൻപ് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെയാണോ നീ വിവാഹം ചെയ്തത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. അഥവാ നീ വിവാഹം ചെയ്തത് ആദ്യമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെയാണോ, അതല്ല വിധവയായതോ അല്ലെങ്കിൽ മുൻപ് നിക്കാഹ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെയാണോ നീ വിവാഹം ചെയ്തത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. കന്യകയാണോ അതല്ലെങ്കിൽ സയ്യിബ്, വിവാഹമോചിതയായവളെയോ വിധവയാണോ നീ വിവാഹം ചെയ്തത് എന്ന് റസൂൽ ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, ബൽ സയ്യിബൻ, റസൂലെ ഞാൻ വിധവയെ അല്ലെങ്കിൽ വിവാഹമോചിതയാണ് വിവാഹം ചെയ്തത്. ഇപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, അഫലാ ജാരിയതൻ തുലാഇബുഹാ വ തുലാഇബുക്, നിനക്ക് കന്യകയെ വിവാഹം ചെയ്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ ചെറിയ പ്രായമുള്ള ഒരു പെണ്ണിനെ വിവാഹം ചെയ്തുകൂടായിരുന്നോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ കളിതമാശകളൊക്കെ പങ്കിട്ടുകൊണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാമല്ലോ എന്ന് റസൂൽ ചോദിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളെ നാട്ടിലെ പല ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക, പല ആളുകളും നമ്മളെ മോന് 10, 22, 23 വയസ്സായി കഴിഞ്ഞാൽ മോനെ കെട്ടിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അവരെന്താ പറയുക, എനിക്ക് പക്വത വന്നിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഒരിക്കലും നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പക്വതയിൽ നിന്നുകൊണ്ട് ഒന്ന് ചിരിക്കാണ്ട് കൊണ്ടാണ്ട് അതങ്ങോട്ടാക്കട്ടെ അല്ലെങ്കിൽ അതിങ്ങോട്ട് വരട്ടെ എന്ന രൂപത്തിലല്ല, മറിച്ച് നിക്കാഹ് എന്ന് പറഞ്ഞാൽ കളിതമാശകളാണ്. അഥവാ ജീവിതത്തിൽ കളിതമാശകൾ വേണം, അല്ലെങ്കിൽ ജീവിതം മൊത്തം കളിതമാശ എന്നല്ല ഉദ്ദേശം, മറിച്ച് തമാശകൾ പറയണം. ഇവിടെ റസൂൽ തന്നെ നോക്ക്, അത് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ തമാശകൾ പങ്കുവെക്കാറുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് കുതിരനെ കൊണ്ട് കളിച്ചപ്പോൾ, ചിറകുള്ള കുതിരനെ കൊണ്ട് കളിച്ചപ്പോൾ റസൂൽ എന്ത് ചോദിച്ചു, നിൻ്റെ കുതിരയ്ക്ക് ചിറകുണ്ടോ? റസൂൽ എന്ത് ചെയ്യാണ്, നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഭാര്യമാരുടെ വയസ്സിനെ പരിഗണിക്കണം എന്നുള്ള ആ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു വന്നെന്താണ്, ഇവിടെ റസൂൽ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിനക്ക് ജാരിയത്തിനെ കന്യകനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലി അഖവാത്ത്, റസൂൽ എനിക്ക് ചില സഹോദരിമാരുണ്ട്, ഫഅഹ്ബബ്തു അൻ അതസവ്വജ ഇംറഅതൻ തജ്മഅഹുന്ന വതംശുതുഹുൻ, അവർക്ക് എന്തില്ല, മേൽനോട്ടം വഹിക്കാൻ പ്രത്യേകിച്ച് ആരുമില്ല, അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താനും അവരെ പരിപാലിക്കാനും പറ്റിയൊരു സ്ത്രീയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് ഞാൻ കല്യാണം ആ സ്ത്രീയെ കഴിച്ചത്. വതഖൂമു അലൈഹിൻ, അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ പാകത്തിലുള്ള ഒരു സ്ത്രീയാണ്
ഞാൻ കല്യാണം കഴിച്ചത് എന്ന് റസൂല് പറഞ്ഞു. കാല അമാ ഇന്നക ഖാദിമുൻ. പിന്നീട് റസൂല് പറയുകയാണെന്ത്, നീ എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ധാരാളം ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ടല്ലേ ഉള്ളത് ഭാര്യമാരോട്. ഇത് റസൂല് ഇവരുടെ ഒട്ടകപ്പുറത്ത് കയറ്റിയപ്പോൾ പറയുന്ന കാര്യമാണ്. നീ വിവാഹം ചെയ്തോ, എന്താണ് വീട്ടിലെ വിശേഷം റസൂല് ചോദിക്കുകയാണ്. ഫൈദ ഖദിംത ഫൽ കെയ്സ് അൽ കെയ്സ്. നീ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അൽ കെയ്സ് അൽ കെയ്സ്, അൽ കെയ്സ് ചെയ്യണമെന്ന് പറയാണ്. ഫഹാദ, എന്നിട്ട് ഇവിടെ പറയാണ് ഷെയ്ഖ്, വഹാദ ഹസ്സു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിജാബിർ റളിയല്ലാഹു അലൽ ജിമാ. ഇവിടെ എന്താണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ വീട്ടിൽ പോയ ഉടനെ തന്നെ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ലാ സിയമ മഅ കുഫൂലിഹി മിന സഫർ വഹാജത്തി ത്വറഫൈനി ലിദാലിക്. കാരണം ദീർഘയാത്രയാണ്, രണ്ടു പേർക്കും എന്തുണ്ടാകും, ആവശ്യം ഉണ്ടാകും. രണ്ടുപേരും ധാരാളം ദിവസം വിട്ടു നിന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ അലി, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്ന വാക്കുകൾ റസൂലിൻ്റെ വാക്കാണ്. റസൂല് പറഞ്ഞ കാര്യമാണ് ജാബിർ അലിനോട് നീ വീട്ടിൽ പോയ ഉടനെ തന്നെ എന്ത് ചെയ്യണം, അൽ കെയ്സ് അൽ കെയ്സ്. സുയൂത്തി റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഫൽ കെയ്സു അൽ കെയ്സ് എന്ന് പറഞ്ഞാൽ ഐ ജാമഅ ജിമാഅൻ കെയ്സൻ ഖാല ബഅദുഹും ഹാദാ അസ്ലുൻ അദീമുൻ ഫി തഹ്സീലിൽ ഹുദാ ഫിൽ ജിമാ വഖീല അൽ മുറാദു ഹസ്സുഹു അലൽ ജിമാഇ ലിബ്തിഗാഇൽ വലദ്. എന്താണ് ഇവിടെ ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കൊണ്ട് ഉദ്ദേശം, ആ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നീ ഒരു കുട്ടിയെ ഉണ്ടാക്കിയെടുക്കണം എന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് എന്ത് ചെയ്യുക എന്നുള്ളത്, ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. നോക്ക് മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫഅബത് ഫബാത ഗൾബാന അലൈഹാ ലഅനത്ഹൽ മലായികതു ഹത്താ തുസ്ബിഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി വിളിക്കുകയും എന്നിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യാണ്, നിസാരവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ അവരത് ചെയ്യാതെ തിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഫബാത ഗൾബാന അലൈഹാ ലഅനത്ഹൽ മലായികതു ഹത്താ തുസ്ബിഹ്. അള്ളാഹിനെ ധിക്കരിക്കാത്ത, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മലായിക്കത്തുകൾ എന്തായിരിക്കും, അവൾ രാവിലെയാകുന്നത് വരെ അവളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയണം. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായി കാണാം, ഇദാ ദഅ റജുലു സൗജതഹു ലിഹാജതിഹി ഫൽതഅതിഹി വഇൻ കാനത് അലാ തന്നൂർ. തൻ്റെ ഭാര്യയെ ഒരുത്തൻ ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവൾ അവൻ്റെ അടുക്കലേക്ക് പോയിക്കൊള്ളട്ടെ, അവൾ അടുപ്പിൽ പാകം ചെയ്യുകയാണെങ്കിൽ പോലും. അവൾ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ല എൻ്റെ ഭക്ഷണം കഴിഞ്ഞോ, ഇതൊന്ന് കഴിയട്ടെ എന്ന ഒരു താമസം പോലും ഉണ്ടാക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. എന്താണ് ഇതിനുള്ള കാരണം പ്രിയപ്പെട്ടവരെ? ലിഅന്ന സൗജ ഇദാ ലം യജിദ് ഹലാലൻ. ഇത് രണ്ടാളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭാര്യയായാലും ഭർത്താക്കന്മാരായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുവന് അല്ലെങ്കിൽ ഒരുത്തിക്ക് ഹലാലായ ഒരു കാര്യം ലഭിച്ചിട്ടില്ല എങ്കിൽ അഗ്വാഹു ശൈത്താനു ലിൽ വുഖൂഇ ഫിൽ ഹറാം. പിന്നീട് ശൈത്താൻ എന്താ തോന്നിപ്പിക്കുക, നേരെ ഹറാമിലേക്ക് കൊണ്ടിടും. പ്രത്യേകം ശ്രദ്ധിക്കുക. പല അവഹിതങ്ങളും ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഹലാലായ കാര്യങ്ങൾ യഥാവണ്ണം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഇതിലൊരാൾക്കും തെറ്റില്ല എന്ന് പറയാൻ പറ്റൂല. പല അവഹിതങ്ങളും നടക്കാനുള്ള കാരണം എന്താണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഒരു കാരണത്താൽ പോലും ഇത് തമാശയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതല്ല എങ്കിൽ പിന്നീട് നമ്മൾ ചെന്നെത്തുക അള്ളാഹുവും അവൻ്റെ റസൂലും ശപിച്ച ആ ഒരു വ്യഭിചാരത്തിലേക്ക് മറ്റുള്ള ആളുകളിൽ നമ്മൾ ചെന്നെത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അഥവാ ഒരു ഭാര്യ തൻ്റെ ഭർത്താവ് അവളെ ശാരീരികമായി ബന്ധപ്പെടാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടത്തേക്ക് ചെല്ലണം. മറ്റൊരു ഹദീസിൽ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, മാ മിൻ റജുലിൻ യദ്ഉ ഇംറഅതഹു ഇലാ ഫിറാശിഹാ, ആരെങ്കിലും തൻ്റെ ഭാര്യയെ തൻ്റെ കിടപ്പറയിലേക്ക് വിളിക്കുകയും ഫതഅബ അലൈഹി, എന്നിട്ട് ആ ഭാര്യ ആ ഭർത്താവിനെ വിസമ്മതിക്കുകയും ചെയ്താൽ, ഇല്ലാ കാന അല്ലദീ ഫിസ് സമാഇ
സാഖിതൻ അലൈഹ ഹത്താ യർള അൻഹ, ആകാശത്തുള്ളവൻ അവളിൽ കോപിതനായി കൊണ്ടേയിരിക്കും. ആ ഭർത്താവ് എപ്പോഴാണോ അവളെ തൃപ്തിപ്പെടുന്നത് അതുവരെ ആകാശത്തുള്ളവൻ എന്തായിരിക്കും? ആ പെണ്ണിനോട് കോപിച്ചിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ മറ്റൊരു തെളിവും കൂടിയുണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്താണുള്ളത് എന്ന് ഈ ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുൻകഴിഞ്ഞ ബാബിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ അവസ്ഥയിൽ എന്താണ്, ഇതൊരിക്കലും ഏതവസ്ഥയിലും സ്ത്രീകൾ ഒരു നിലക്കും നമ്മൾ പുരുഷന്മാർ പരിഗണിക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് സ്ത്രീകളുടെ ഹാലും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സ്ത്രീകളോട് ഇത് പറയാനുള്ള കാരണം പുരുഷന്മാരുടെ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ ഇംറഅതൻ ഫത ഇംറഅതഹു സൈനബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒരു സ്ത്രീയെ കാണുകയും പെട്ടെന്ന് തന്നെ സൈനബ് റളിയല്ലാഹു അൻഹയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധത്തിലേർപ്പെട്ടു. വഹിയ തമഅസു മനിഅ, അവരൊരു ജോലിയിലായിരുന്നു. ലഹ ഫഖള ഹാജതഹു സുമ്മ ഖറജ ഇല അസ്ഹാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം കാര്യം സാധിച്ചതിന് ശേഷം സഹാബത്തിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നൽ മർഅത തുഖ്ബിലു ഫി സൂറത്തി ഷൈത്താൻ. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾ എന്ത് ചെയ്യും? ഷൈത്താൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഷൈത്താൻ സ്ത്രീകളുടെ രൂപത്തിൽ വരും. വതുദ്ബിറു ഫി സൂറത്തി ഷൈത്താൻ ഫൈദാ അബ്സറ അഹദുകും റഅതൻ ഫലിയഅതി അഹ്ലഹു. അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളെ പുറത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഭാര്യയിൽ സമീപിച്ചു കൊള്ളട്ടെ. ഫഇന്ന ദാലിക യറുദ്ദു മാ ഫി നഫ്സിഹി, കാരണം അവൻ്റെ നഫ്സിൽ, അവൻ്റെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ ഇല്ലാതായി പോകാൻ അവൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യം എന്താണ്? തൻ്റെ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ സഹോദരങ്ങളെ, ചെന്നെത്തുക നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഖേദകരമായ കാര്യത്തിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം പറഞ്ഞത്. വൈദാ വഖഅ, എന്നിട്ട് ഇവിടെ ശൈഖ് പറയാണ്, വൈദാ വഖഅ നദറഹു അല ഇംറഅത്തിൻ അജ്നബിയ്യത്തിൻ ദൂന ഖസ്തിൻ വഅഖദ ശൈത്താനു യുവസ്വിസു ലഹു. അറിയാണ്ട് ഒരു സ്ത്രീയിലേക്ക് ഒരു പുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ശൈത്താൻ എന്തുണ്ടാക്കും? വസ്വാസ് ഉണ്ടാക്കും. അതിനാൽ തന്നെ ഫൽ യുബാദിർ വയഅതി ഇംറഅതഹു ലിയദ്ഫഅ ശഹവതഹു, അവൻ്റെ ദേഹേച്ഛ ഇല്ലാതാകാൻ അവൻ്റെ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെട്ടുകൊള്ളട്ടെ. വതസ്കുന നഫ്സഹു, അവൻ്റെ നഫ്സിനെ അവൻ സമാധാനിപ്പിക്കട്ടെ തൻ്റെ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെട്ടത് കാരണത്താൽ. കാരണം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഷെയ്ഖ് പറയാണ്, ലിഅന്നൽ മർഅത ലഹാ ഫിത്നത്തുൻ ഫീ നഫ്സിർ റജുൽ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിത്നയാണ്. അതാരെതിർത്താലും, നമ്മൾ 1400 വർഷങ്ങൾക്ക് മുൻപ് വണ്ടി കിട്ടാത്തവനെന്ന് വിളിച്ച് കളിയാക്കിയാലും ശരി, ആണിനറിയാം ആണെങ്ങനെയുള്ളവനാന്നുള്ളത്. അതാര് നിഷേധിച്ചാലും. വല്ലാഹി സുമ്മത്തല്ല, ഞാൻ അള്ളാഹുൽ സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യം നാളെ റബ്ബിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എന്നോട് ചോദ്യം ചോദിക്കപ്പെടുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ ഞാൻ പറയാണ്. ആണിനെ പറ്റി ആണിന് നന്നായി അറിയാം. ഓൻ എത്ര തന്നെ ആളുകൾക്ക് മുന്നിൽ ഞാൻ പുരോഗമനവാദിയാണെന്ന് വാദിച്ചാലും ശരി, ആണാണ്, ആണിൻ്റെ കോലം ആണിനറിയാം. അവൻ എത്ര തന്നെ അവൻ്റെ ഫിത്രത്തെ മാറ്റിയെടുക്കാൻ നോക്കിയാലും ശരി, അവന് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിത്നയാണ്. വല്ലാഹി അവന് ഫിത്നയാണ്. ഇതാര് നിശ്ചയിച്ചാലും, ഇനി ഇത് കേട്ട് കഴിഞ്ഞാൽ എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രയാസമില്ലാത്ത കാര്യമാണ്. കാരണം ഞാൻ ഇവിടെ പറയുന്ന അള്ളാഹിൻ്റെ ദീനാന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് വല്ലാഹിട്ട് ഞാൻ പറയാണ്, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഫിത്നയാണ്. അതുകൊണ്ടാണ് യുക്തിമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ആണും പെണ്ണും കൂടിക്കലരരുത് എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം. നമ്മളുടെ ദീനിൻ്റെ മനോഹരമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഹറാമായ കാര്യങ്ങൾ നിഷിദ്ധമാക്കി എന്നതുപോലെ തന്നെ അതിലേക്കെത്തുന്ന മാർഗങ്ങളും ഹറാമാക്കി എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു അന്യ സ്ത്രീയെ നോക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു ഹറാമാക്കിയത്. കാരണം ആദ്യം നോട്ടാണ് ഉണ്ടാവുക, പിന്നെ നോട്ടത്തിലൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. എന്നിട്ട് എന്താണ് ഇവിടെ ശൈഖ് പറയുന്നത്? വശൈത്താനു യുസയ്യിനു തഅല്ലുക വതലദ്ദുദൽ മുഹറം. ഹറാമായ കാര്യത്തിന് പിന്നീട് ശൈത്താൻ എന്തിട്ട് കൊടുക്കും? അതിനൊരു ആസ്വാദനവും അതുപോലെ തന്നെ അതിനൊരു മാധുര്യമൊക്കെ ഇട്ടുകൊടുക്കും. വശരീഅതു തസുദ്ദു അബ്വാബ ഷഹവാത്തിൽ മുഹറമ. അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മളെ ദീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കണ്ട ഹറാമായ വാതിലുകളൊക്കെ കൊട്ടിയെടുക്കുകയാണ് ചെയ്തത്.
അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ തുബാശിറുൽ മർഅത്തുൽ മർഅ ഫതൻഅതഹാ ലിസൗജിഹാ കഅന്നഹു യൻദുറു ഇലൈഹാ. ഒരിക്കലും ഒരു സ്ത്രീ തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയെ പറ്റി എന്ത് ചെയ്യാൻ പാടില്ല, വർണ്ണിച്ചു കൊടുക്കാൻ പാടില്ല. അവൾ ഇങ്ങനെയാണ്, അവളുടെ മൂക്ക് ഇങ്ങനെയാണ്, അവളെ കാണാൻ ഇങ്ങനെയാണ്. ഏതുപോലെ കഅന്നഹു യൻദുറു ഇലൈഹാ, ശരിക്കൊരുത്തൻ ഒരു പെണ്ണിനെ നോക്കിക്കാണുന്ന രൂപത്തിൽ സ്വന്തം ഭാര്യ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള സ്ത്രീകളെ പറ്റി തൻ്റെ ഭർത്താവിന് വർണ്ണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം എന്താ? പിന്നീട് ഇവൻ്റെ മനസ്സിലെന്താ ഇവളെങ്ങനെയായിരിക്കും, ഒന്ന് പോയി കണ്ടാലോ, എൻ്റെ ഭാര്യ ഇങ്ങനെ വർണ്ണിച്ച് പറഞ്ഞാന്നല്ലേ, അവൾ ഭയങ്കര മുഞ്ചത്തായിരിക്കും, ഒന്ന് പോയി കണ്ടാലോ എന്ന തോന്നൽ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ഈ ബാബ് കൊട്ടിയടച്ചത്, ഹറാമായ കാര്യമാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ദീൻ അത് ഹറാമാക്കിയത്. ഒരിക്കലും ഇനി ഭാര്യ എന്നല്ല, സ്വന്തം ഉമ്മയായാലും സ്വന്തം പെങ്ങളായാലും മറ്റുള്ളൊരു സ്ത്രീയെ പറ്റി ഒരാണിന് എന്ത് ചെയ്യാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിലക്കിയ കാര്യമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഈ കാര്യം പ്രത്യേകം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട്, അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളും ഇവിടെ ഷെയ്ഖ് പറയുന്നുണ്ട്. അതെല്ലാം വിശദീകരിക്കുക എന്നുള്ളത് എനിക്ക് ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും അതിൽ നിന്ന് വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്നും മറ്റെന്ത് ചെയ്തോ പഠിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എനിക്കത് ചെറിയ പ്രയാസമുണ്ട് ഇങ്ങനെ വളരെ വിശദീകരിച്ചുകൊണ്ട് എടുക്കുക എന്നുള്ളത്. ഞാനിതൊരു വിനയം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഓവർ ലജ്ജ നടിക്കുക, വല്ലാഹി അല്ല, എൻ്റെ ഹൃദയം റബ്ബിനറിയാം. എനിക്കത് ചെറിയ പ്രയാസമുണ്ട് ആ രൂപത്തിൽ കൂടുതൽ ഇങ്ങനെ വിശദീകരിക്കുക എന്നുള്ളത്. ഞാനിവിടെ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ വക പറഞ്ഞിട്ടില്ല. ഷെയ്ഖ് എന്താണോ ഈ കിതാബിൽ ഇവിടെ വിശദീകരിച്ചത് അത് മാത്രമാണ് എന്ത് ചെയ്തത്, ഞാനിവിടെ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്നെടുക്കാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടിയും പറയാണ്, ഷെയ്ഖ് എന്താണോ ഇവിടെ എഴുതിയത് അത് മാത്രമാണ് ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചത്. എന്തെങ്കിലും നന്മ അതിലുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും തെറ്റുകളും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക